2026 IPL സീസണിൽ ആദ്യ 3 മത്സരങ്ങൾ പിന്നിടുമ്പോൾ മുംബൈ ഇന്ത്യൻസിന്റെ പ്രകടനം ആരാധകർക്ക് വലിയ നിരാശയാണ് നൽകുന്നത്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ ആദ്യ മത്സരത്തിൽ മികച്ച ബാറ്റിംഗ് പ്രകടനത്തിലൂടെ വിജയിക്കാൻ കഴിഞ്ഞെങ്കിലും തുടർന്നുള്ള ഡൽഹി ക്യാപിറ്റൽസ്, രാജസ്ഥാൻ റോയൽസ് എന്നിവർക്കെതിരായ മത്സരങ്ങളിലെ തോൽവി ടീമിന്റെ പോരായ്മകളെല്ലാം തുറന്നു കാട്ടുന്നുണ്ട്. ലോകോത്തര ബാറ്റർമാർ അണിനിരക്കുന്ന ശക്തമായ ബാറ്റിംഗ് നിരയുണ്ടായിട്ടും മുംബൈ തുടർച്ചയായി പരാജയപ്പെടുന്നതിന്റെ പ്രധാന കാരണം അവരുടെ ബോളിംഗ് നിരയുടെ ദയനീയമായ പ്രകടനമാണ്. ഈ 3 മത്സരങ്ങൾ നൽകുന്ന വ്യക്തമായ സൂചനകൾ അനുസരിച്ച് മുംബൈയുടെ ഏറ്റവും വലിയ ദൗർബല്യം അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. പേസ് ബോളിംഗിലെ പോരായ്മകളും റൺസ് വിട്ടുകൊടുക്കുന്നതിലെ ധാരാളിത്തവുമാണ് മുംബൈയുടെ പ്രധാന പ്രതിസന്ധി. ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചാഹർ, ഷർദുൽ താക്കൂർ തുടങ്ങിയ വമ്പം പേരുകൾ ടീമിലുണ്ടെങ്കിലും കൂട്ടായൊരു മികവ് പുറത്തെടുക്കാൻ ഇവർക്കൊന്നും സാധിക്കുന്നില്ല. ആദ്യ മത്സരത്തിൽ KKRനെതിരെ 220 റൺസാണ് മുംബൈ ബോളർമാർ വഴങ്ങിയത്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്ന സ്കോറായിട്ടും ബോളർമാർ പരാജയപ്പെട്ടു. ഏറ്റവും ഒടുവിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ മഴ കാരണം 11 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ 150 റൺസാണ് മുംബൈ ബോളർമാർ വിട്ടുകൊടുത്തത്. ഇത് അവരുടെ ബോളിംഗ് നിരയുടെ നിലവിലെ ശോചനീയാവസ്ഥ വ്യക്തമാക്കുന്നുണ്ട്. ജസ്പ്രീത് ബുംറയെ മാത്രം അമിതമായി ആശ്രയിക്കുന്ന തന്ത്രം മുംബൈക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. പേസ് ബോളിങ്ങിന് പുറമെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിന്റെ ദൗർബല്യവും മുംബൈ ഇന്ത്യൻസിനെ കനത്ത പ്രഹരമേൽപ്പിക്കുന്നുണ്ട്. മികച്ച ഒരു പരിചയസമ്പന്നനായ ഇന്ത്യൻ സ്പിന്നറുടെ അഭാവം ടീമിൽ നിഴലിച്ചു നിൽക്കുന്നു. മിച്ചൽ സാന്റ്നർ, വിൽ ജാക്സ് തുടങ്ങിയ വിദേശ താരങ്ങളെയാണ് സ്പിൻ ബോളിങ്ങിനായി അവർ പ്രധാനമായും ആശ്രയിക്കുന്നത്. മയങ്ക് മാർക്കണ്ടയെ പോലെയുള്ള ഇന്ത്യൻ സ്പിന്നർമാർക്ക് സ്ഥിരതയോടെ പന്തെറിയാൻ സാധിക്കാത്തത് മധ്യ ഓവറുകളിൽ റൺസ് നിയന്ത്രിക്കുന്നതിലും വിക്കറ്റുകൾ വീഴ്ത്തുന്നതിലും മുംബൈയെ പിന്നിലാക്കുന്നു. മികച്ച റെസ്റ്റ് സ്പിന്നർമാരില്ലാത്തത് കാരണം എതിർ ടീമിലെ ബാറ്റർമാർക്ക് മധ്യ ഓവറുകളിൽ യാതൊരു സമ്മർദ്ദവുമില്ലാതെ റൺസ് കണ്ടെത്താൻ കഴിയുന്നുമുണ്ട്. ചുരുക്കത്തിൽ ബാറ്റിംഗ് നിര എത്ര വലിയ സ്കോർ കണ്ടെത്തിയാലും അത് പ്രതിരോധിക്കാൻ കെൽപ്പുള്ള ഒരു സന്തുലിതമായ ബോളിംഗ് നിര നിലവിൽ മുംബൈ ഇന്ത്യൻസിന് ഇല്ല എന്നത് വ്യക്തമാണ്. അത് മാറിയാൽ മുംബൈക്ക് ഒരുപക്ഷെ തിരിച്ചു വരാം. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലെ കനത്ത തോൽവിക്ക് പിന്നാലെ നായകൻ ഹർദിക് പാണ്ഡ്യ പറഞ്ഞത് ഇങ്ങനെയാണ്: ബോളർമാർ പ്ലാനുകൾ നടപ്പിലാക്കുന്നതിൽ പരാജയപ്പെട്ടതാണ് തോൽവിക്ക് കാരണമെന്നും ബാറ്റർമാരെ ഇതിൽ കുറ്റപ്പെടുത്തുന്നില്ലെന്നും ഹർദിക് വ്യക്തമാക്കി. മഴ കാരണം 11 ഓവറായി ചുരുക്കിയ മത്സരത്തിൽ രാജസ്ഥാൻ ഉയർത്തിയ 151 റൺസ് ലക്ഷ്യം പിന്തുടർന്ന മുംബൈക്ക് 9 വിക്കറ്റ് നഷ്ടത്തിൽ 123 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. മത്സരശേഷം സംസാരിക്കവേ ഹർദിക് പാണ്ഡ്യ ബോളർമാരുടെ പ്രകടനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ഈ തോൽവിക്ക് ബാറ്റിംഗ് നിരയെ ഞാൻ കുറ്റപ്പെടുത്തില്ല. ബൗളിംഗ് യൂണിറ്റ് തീർച്ചയായും ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. T20 ക്രിക്കറ്റ് എന്നത് 2-3 ശരിയായ പന്തുകളെ കുറിച്ചുള്ളതാണ്. 27 റൺസിന്റെ തോൽവി എന്നത് 5 സിക്സറുകൾ കുറക്കുന്നതിനെ കുറിച്ചാണ്. കൃത്യമായ പന്തുകൾ എറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കളിയിലുണ്ടായേനെ, ഹർദിക് പറഞ്ഞു. രാജസ്ഥാൻ ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും തുടക്കത്തിലെ തന്നെ മുംബൈ ബോളർമാരെ കടന്നാക്രമിച്ചു. ആദ്യ 2 ഓവറുകളിൽ തന്നെ അവർ തങ്ങളെ മത്സരത്തിൽ നിന്ന് പുറത്താക്കിയെന്നും പിന്നീട് കളിയിലേക്ക് തിരിച്ചു വരാൻ സാധിച്ചില്ലെന്നും ഹർദിക് നിരീക്ഷിച്ചു. മുംബൈയുടെ മുൻനിര ബൗളർമാരായ ജസ്പ്രീത് ബുംറ, ട്രെന്റ് ബോൾട്ട്, ഷർദുൽ താക്കൂർ, ദീപക് ചാഹർ എന്നിവരെല്ലാം റൺസ് വഴങ്ങുന്നതിൽ പിശുക്ക് കാട്ടിയില്ല. ഹർദിക് പാണ്ഡ്യ ഒഴികെയുള്ള മുംബൈ ബൗളർമാരുടെ എല്ലാം ഇക്കോണമി റേറ്റ് 10-ന് മുകളിലായിരുന്നു. ഈ 4 ബോളർമാരും ചേർന്ന് ആകെ നേടിയത് ഒരേ ഒരു വിക്കറ്റ് മാത്രമാണ് എന്നും ഓർക്കണം. ബോളിംഗ് ഗ്രൂപ്പ് എന്ന നിലയിൽ ഞങ്ങൾ ഒട്ടും മികവിലേക്ക് ഉയർന്നില്ല. രാജസ്ഥാൻ ഗംഭീരമായി കളിച്ചു. എന്നാൽ ഞങ്ങളുടെ ബോളർമാർ ഉത്തരവാദിത്തം കാണിക്കണം, ഹർദിക് ആവർത്തിച്ചു. മുംബൈക്ക് തിരിച്ചുവരവ് അനിവാര്യമാണ്. അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും.